വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് ഇന്ദുലേഖ. ഇനി ആത്മഹത്യ ചെയ്യാം എന്നവരെ ചിന്തിച്ച സമയമുണ്ടായിരുന്നു ജീവിതത്തിലെന്ന് അവർ പറയുന്നു. ഭർത്താവിൻ്റെ അപ്രതീക്ഷിത വിയോഗവും അതിനുശേഷമുള്ള ജീവിതവും മകളുടെ പിന്തുണയെക്കുറിച്ചുമെല്ലാം അവർ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. നിയോ പ്രൈം എൻ്റർടൈൻമെൻ്റ് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇന്ദുലേഖ മനസ്സ് തുറന്നത്. 12 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞ ദിവസമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ള കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു. അത് പങ്കുവെച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. 1 മില്യൺ വരെ റീച്ച് കിട്ടിയിരുന്നു ആ പോസ്റ്റിന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും ഇങ്ങനെ ഓർത്തിരിക്കാറില്ല എന്നൊക്കെയായിരുന്നു പ്രതികരണം. ഞാനും മോളും സംസാരിക്കുമ്പോൾ പുള്ളിയുടെ കാര്യങ്ങളും പറയാറുണ്ട്. ഫിസിക്കലി ഞങ്ങളുടെ കൂടെയില്ലെന്നേയുള്ളൂ, എപ്പോഴും ഒപ്പമുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 32 വയസ്സായിരുന്നു. മോൾക്ക് 7 വയസ്സ്. ഇപ്പോൾ അവൾ MBBS പഠിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ അതേക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഭർത്താവ് മരിച്ച സമയത്ത് എൻ്റെ പേഴ്സ് കാലിയായിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോയിരുന്നു. വിഷമിച്ചിരിക്കാനൊരു സമയം കിട്ടിയിരുന്നില്ല എനിക്ക്. എങ്ങനെ വരുന്നു അതുപോലെ എടുക്കുക എന്നായിരുന്നു എൻ്റെ രീതി. നന്നായി തിരക്ക് പിടിച്ചു പോയിരുന്ന കാലത്തായിരുന്നു അദ്ദേഹം എന്നോട് ഇഷ്ടം പറഞ്ഞത്. ഇതൊന്നും ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല, എൻ്റെ പേരൻസ് തീരുമാനിക്കേണ്ട കാര്യമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പുള്ളി വിട്ട് കളയാൻ തയ്യാറായിരുന്നില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെന്ന് പറഞ്ഞത് അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നു. കൂടുതൽ അടുത്തപ്പോഴാണ് ആൾ ബോൾഡാണെന്ന് മനസ്സിലാക്കുന്നത്. തീരുമാനമെടുക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നോട് ഇഷ്ടങ്ങൾ ചോദിച്ചാൽ പറയാൻ അറിയില്ലായിരുന്നു. കൂടുതൽ അടുത്തപ്പോഴാണ് ആൾ കൊള്ളാം എന്ന് തോന്നിയത്. അങ്ങനെയാണ് ഒന്നിച്ചത്. വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. മോളെ നോക്കണം, പേരൻസ് കൂടെയുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ സ്ട്രെസ്സ് താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് ജോലി വേണോ ജീവിതം വേണോ എന്ന് ചോദിക്കുന്നത്. അത്രയും സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് ബാങ്കിലെ ജോലി രാജിവെച്ചത്. അടുത്തതെന്താണെന്ന ചോദ്യം ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അടുത്തത് വരട്ടെ, അപ്പോൾ ആലോചിക്കാം എന്ന് കരുതി ഇരുന്നപ്പോഴാണ് ട്രാൻസ്ലേഷൻ വർക്കുകൾ വരുന്നത്. ഹിന്ദി സീരിയൽ മൊഴിമാറ്റി മലയാളത്തിലേക്കാക്കാനായിരുന്നു പറഞ്ഞത്. സ്ക്രിപ്റ്റ് എഴുതാൻ അറിയില്ലെങ്കിലും എനിക്ക് ചെയ്തു നോക്കാമെന്നായിരുന്നു പറഞ്ഞത്. അത് 1000 എപ്പിസോഡ് വരെ എഴുതുമായിരുന്നു. മകൾ എന്ന ഫാക്ടർ തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ഇനി എന്ത് എന്നറിയാതെ അവസരങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു അന്ന്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന കാലമായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതായിരുന്നു ചിന്ത. അതിലൊന്നും കാര്യമില്ലെന്ന് പിന്നീടൊക്കെ മനസ്സിലായി. മകൾക്ക് വേണ്ടി ജീവിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചു. അമ്മ എന്ത് ചെയ്യുന്നു എന്നത് ഞാൻ മനസ്സിലാക്കിയാൽ മതി. ആളുകളെയെല്ലാം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് മോളും പറഞ്ഞു.